നമസ്കാരം. രാഷ്ട്രീയത്തിൽ നിലപാടുകൾ ഉണ്ടാകണമെന്ന് പറയാറുണ്ട്. എന്നാൽ ഇടതുപക്ഷ നേതൃത്വത്തിനും അവരുടെ മുഖപത്രമായ ദേശാഭിമാനിക്കും നിലപാടെന്നത് രാവിലെ ഒന്ന് മാറ്റി വൈകുന്നേരം വേറൊന്നാക്കി മാറ്റാനുള്ള വെറുമൊരു റബ്ബർ ബാൻഡ് മാത്രമാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് അദാനി ഗ്രൂപ്പിന്റെ ഉപസ്ഥാപനമായ അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 49% ഓഹരികൾ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികളിലൊന്നായ MSC സ്വന്തമാക്കുന്നു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ ദേശാഭിമാനി വലിയ അക്ഷരങ്ങളിൽ എഴുതി പിടിപ്പിച്ചത് ഇത് മുൻ LDF സർക്കാരിന്റെ ദീർഘവീക്ഷണത്തിന്റെ വിജയം എന്നായിരുന്നു. എന്നാൽ തൊട്ടടുത്ത ദിവസം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിൽ വന്ന് ഇതിനെ പരസ്യമായി തള്ളിയതോടെ അച്ചടിച്ചു വെച്ച പത്രവും വിഴുങ്ങി ദേശാഭിമാനി ഇതാ വിചിത്രമായ ഒരു യു-ടേൺ അടിച്ചിരിക്കുകയാണ്. പിണറായി വിജയൻ നിയമസഭയിൽ ഈ ഓഹരി കൈമാറ്റത്തിനെതിരെ ആശങ്ക ഉന്നയിച്ച ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ദേശാഭിമാനി തങ്ങളുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ നൽകിയ വാർത്ത പോലും പിൻവലിച്ച് നാണം കെട്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ VD സതീശൻ സർക്കാരിനെയും കോൺഗ്രസിനെയും എങ്ങനെയെങ്കിലും ഒന്ന് എതിർക്കണമെന്ന ഒരൊറ്റ വാശിയുടെ പുറത്ത് സ്വന്തം പാർട്ടി പത്രം എഴുതിയ നേട്ടത്തെ പോലും തള്ളിപ്പറയുന്ന പിണറായി വിജയന്റെ വിചിത്രമായ രാഷ്ട്രീയ ശൈലിയാണ് നമ്മൾ കണ്ടത്. ആദ്യം ദേശാഭിമാനി അച്ചടിച്ചു വന്ന ആ വാർത്ത എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. വിദേശ നിക്ഷേപം മുൻ സർക്കാരിന്റെ നേട്ടമാണ്. മുൻ സർക്കാർ നടത്തിയ വിഴിഞ്ഞം കോൺക്ലേവിൽ MSC പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. വിഴിഞ്ഞത്തെ കൂടുതൽ കണ്ടെയ്നറുകൾ എത്താനും പശ്ചാത്തല വികസനം മികച്ചതാക്കാനും MSCയുമായുള്ള ഈ സഹകരണം വലിയ രീതിയിൽ വഴിവെക്കുമെന്നതായിരുന്നു പാർട്ടി പത്രത്തിന്റെ വരികൾ. അതായത് MSC കമ്പനി വരുന്നത് വിഴിഞ്ഞത്തിന് വലിയ വികസനം ഉണ്ടാക്കുമെന്നാണ് സ്വന്തം പത്രം കണ്ടെത്തിയത്. എന്നാൽ നിയമസഭയിൽ സബ്മിഷൻ അവതരിപ്പിച്ച പിണറായി വിജയൻ സംസാരിച്ചതോടെ കഥയാകെ മാറി. MSCയുമായുള്ള സഹകരണം വലിയ അപകടമാണ്. വിഴിഞ്ഞത്തെ ഓഹരി കൈമാറ്റം കരാർ ലംഘിച്ചാണ് നടക്കുന്നത്. ഇത് വലിയ കുത്തകവൽക്കരണം ഉണ്ടാക്കും. ഒരു നിശ്ചിത കമ്പനിയുടെ കണ്ടെയ്നറിലൂടെ മാത്രം ചരക്ക് ബുക്ക് ചെയ്യേണ്ട അവസ്ഥ വരും. അവർ നിശ്ചയിക്കുന്ന നിരക്ക് വ്യവസായികൾ അംഗീകരിക്കേണ്ടി വരും. ഇത് വിവിധ കമ്പനികളുടെ കപ്പൽ വിഴിഞ്ഞത്ത് വരുന്നതിനെ ബാധിക്കും. മൾട്ടി ഓപ്പറേറ്റർ പോർട്ട് എന്ന നിലയിലേക്ക് വളരാൻ വിഴിഞ്ഞത്തിന് കഴിയാതെ വരും എന്നൊക്കെയാണ് പിണറായി വിജയൻ സഭയിൽ ഉന്നയിച്ച ആശങ്കകൾ. നേതാവ് ഇത് പറഞ്ഞതോടെ പിറ്റേന്നത്തെ ദേശാഭിമാനിയിൽ വാർത്ത നേരെ തലതിരിഞ്ഞു. MSC വന്നാൽ കുത്തകയാകുമെന്നും കേരളത്തിന്റെ വാണിജ്യ താല്പര്യങ്ങൾക്ക് അപകടമാണെന്നും പറഞ്ഞ് ഇന്നത്തെ പത്രത്തിൽ അവർ സ്വന്തം നിലപാട് തിരുത്തി എഴുതിയിരിക്കുകയാണ്. ഈ നാടകങ്ങൾക്കൊക്കെ ഇടയിലാണ് പാർട്ടിയിലെ മറ്റൊരു മുതിർന്ന നേതാവും CPM കേന്ദ്ര കമ്മിറ്റി അംഗവുമായ തോമസ് ഐസക് സ്വന്തം മുഖപത്രത്തെ പരസ്യമായി പരിഹസിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. വിദേശ നിക്ഷേപം LDFന്റെ നേട്ടമാണെന്ന രീതിയിൽ ആദ്യ ദിവസം ദേശാഭിമാനി വാർത്ത നൽകിയതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഐസക് പ്രതികരിച്ചത്. കാളപ്പെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കാൻ ഓടരുത് എന്നായിരുന്നു ദേശാഭിമാനിയെ ലക്ഷ്യം വെച്ചുള്ള തോമസ് ഐസക്കിന്റെ പരിഹാസം. ദേശാഭിമാനിക്ക് വിഷയം മനസ്സിലാകാതെ തെറ്റിദ്ധരിച്ചതാണെന്നും അവർ അത് ഉടൻ തന്നെ തിരുത്തിക്കൊള്ളുമെന്നും ഐസക് വ്യക്തമാക്കുകയും ചെയ്തു. സ്വന്തം പാർട്ടിയുടെ നേതാക്കൾക്ക് പോലും ഒരു കാര്യത്തിൽ കൃത്യമായ ധാരണയില്ലെന്നും പത്രത്തിൽ ഒരു വാർത്ത വരുമ്പോൾ അതിനെ തിരുത്താൻ നേതാക്കൾ തമ്മിൽ പരസ്യമായി പോരടിക്കുകയാണെന്നും ഇതിലൂടെ വ്യക്തമായി. 25% കൂടുതൽ ഓഹരി കൈമാറാൻ സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക അംഗീകാരം വേണമെന്നിരിക്കെ സഭയിൽ വന്ന് UDF സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ നോക്കിയ പിണറായി വിജയന് സ്വന്തം പാർട്ടി നേതാവിന്റെയും സ്വന്തം പത്രത്തിന്റെയും ഈ മലക്കം മറച്ചിലുകൾ വഴി വൻ തിരിച്ചടിയാണ് ലഭിച്ചിരിക്കുന്നത്. ചുരുക്കത്തിൽ വിഴിഞ്ഞം തുറമുഖം അന്താരാഷ്ട്ര തലത്തിലേക്ക് വളരുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പിംഗ് കമ്പനികൾ ഇവിടെ നിക്ഷേപം നടത്തുന്നതിനും UDF സർക്കാർ നടത്തുന്ന സുതാര്യമായ നീക്കങ്ങൾ അനാവശ്യ വിവാദങ്ങളിലേക്ക് വലിച്ചിഴയ്ക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത്. എന്നാൽ അതിനായി സ്വന്തം പത്രത്തെ കൊണ്ട് അടിക്കടി നിലപാട് മാറ്റിക്കുന്ന ശൈലി കേരളത്തിലെ ജനങ്ങൾ കാണുന്നുമുണ്ട്, സത്യങ്ങൾ കൃത്യമായി തിരിച്ചറിയുന്നുമുണ്ട്.